പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് ഇന്ന് തുടക്കം. സാമ്പത്തിക സർവേ ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിക്കും. നാളെയാണ് കേന്ദ്ര ബജറ്റ്. നീറ്റ് പരീക്ഷാ ക്രമക്കേട്, ജമ്മു കാശ്മീരിലെ ഭീകരാക്രമണം, UPSC ചെയർമാൻ രാജി അടക്കമുള്ള വിഷയങ്ങൾ പ്രതിപക്ഷം പാർലമെന്റിൽ ഉയർത്തും. ഓഗസ്റ്റ് 12 വരെ നീണ്ടുനിൽക്കുന്ന ബജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാം ദിനത്തിൽ മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യത്തെയും ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ 7ാമത്തെയും കേന്ദ്ര ബജറ്റ് പാർലമെന്റിൽ അവതരിപ്പിക്കും. 2047 ഇന്ത്യയെ വികസിത രാജ്യമാക്കുക എന്ന മോദി സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യത്തിലൂന്നിയാകും ബജറ്റ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയുണ്ടായ സാഹചര്യത്തിൽ ജനകീയ ബജറ്റിനാണ് സാധ്യത. കർഷകരെയും യുവാക്കളെയും സ്ത്രീകളെയും പാവങ്ങളെയും ലക്ഷ്യം വെച്ചുള്ള പദ്ധതികൾക്കാകും ബജറ്റിൽ മുൻഗണന. പ്രതിരോധം, റെയിൽവേ, അടിസ്ഥാന സൗകര്യ വികസനം, വിദ്യാഭ്യാസം, ടൂറിസം എന്നീ മേഖലകൾക്ക് കൂടുതൽ പരിഗണന ബജറ്റിലുണ്ടാകും. നികുതി ഇളവുകൾ ബജറ്റിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് വലിയ പ്രഖ്യാപനങ്ങളുണ്ടാകും. ഈ വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചും പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കാം. ബീഹാറിനും ആന്ധ്രാപ്രദേശിനും പ്രത്യേക പാക്കേജുകൾ ബജറ്റിൽ ഇടം നേടുമോ എന്നതിൽ ആകാംക്ഷ തുടരുകയാണ്. 6 ബില്ലുകളാണ് ബജറ്റ് സമ്മേളനത്തിൽ കേന്ദ്രം പാർലമെന്റിൽ കൊണ്ടുവരുന്നത്. രാജ്യത്തെയും ജനങ്ങളെയും ബാധിക്കുന്ന വിഷയങ്ങൾ പാർലമെന്റിൽ ചർച്ച ചെയ്യണമെന്നാണ് പ്രതിപക്ഷ ആവശ്യം. വിലക്കയറ്റം, തൊഴിലില്ലായ്മ, ഭീകരാക്രമണങ്ങൾ, നീറ്റ് ക്രമക്കേട്, കേന്ദ്ര ഏജൻസികളുടെ ദുരുപയോഗമടക്കമുള്ള വിഷയങ്ങൾ സർക്കാരിനെതിരെ പ്രതിപക്ഷം ഉന്നയിക്കും. അമൃത ന്യൂസ്, ന്യൂഡൽഹി.